രാജ്യം നടുങ്ങിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിയിലെ ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ദില്ലിയിലെത്തി. ഇന്ന് 11 മണിയോടുകൂടി സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചിരിക്കുന്നു. ദില്ലിയിലെത്തിയ പ്രധാനമന്ത്രി അടിയന്തരമായൊരു ഹ്രസ്വ മീറ്റിംഗ് നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഇതിൽ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുമായി ഒരു ഹ്രസ്വ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 11 മണിക്ക് സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിനടക്കം വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അമേരിക്ക സമ്പൂർണ്ണമായി ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പിന്തുണയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ നടത്തുന്ന ഏത് നീക്കങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ ഒരു പടി കൂടി കടന്നാണ് റഷ്യയുടേതായി വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഇതിന് ശക്തമായ ഒരു പ്രതികാരം ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കൂടി പുടിൻ പറയുമ്പോൾ എല്ലാം വളരെ വ്യക്തമാണ്. ഒരു വലിയ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പിന്തുണ അടക്കം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച. ഇതിനിടയിൽ ഇന്ത്യ പാക് ബോർഡറായ ടാറ്റ പാനിയിൽ ഷെല്ലാക്രമണം നടന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അമിത്ഷാ ജമ്മു കാശ്മീരിലാണ്. അദ്ദേഹം സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നു. ഏതായാലും ഈ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് മതം നോക്കി ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ട്രൗസർ ഊരിയതിനു ശേഷം വെടിവെച്ച് കൊന്ന ഒരു നിഷ്ഠൂരമായ ഒരു ഭീകരാക്രമണം. ഏതായാലും ലഷ്കർ തോയ്ബ നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ ഒരു പ്രാദേശിക ഭീകരനുണ്ടായെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. 6 ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.